ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. ഒരു ചിന്ത നിങ്ങളുമായിട്ട് കൈമാറുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതകരമായി മാറും, അതിശയകരമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഏത് അവസ്ഥയിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതമായി മാറും, അതിശയമായി മാറും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അതിന് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. ആ 19-ാമത്തെ വാക്യത്തെ മാത്രം ആധാരമാക്കി നിങ്ങളുമായി വചനം പങ്കുവെക്കുന്നു. സ്തോത്രം. അമേൻ. ഒരു പ്രാർത്ഥനയാണ് പൗലോസിൻ്റെ. പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമേറിയ ദൈവത്തിൻ്റെ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം, അവൻ്റെ എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ആ വലിയ കൃപയുടെ മഹത്വത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് അവിടെ പറയപ്പെടുന്നത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി. പ്രത്യേകിച്ച് അവിടെ പറയുന്നു, 1 വിശ്വാസം, 2 നമുക്ക് വേണ്ടി, 3 വ്യാപാരശക്തി, 4 അളവറ്റ വലിപ്പം, 5 പ്രാർത്ഥന. 5 കൂട്ടം കാര്യങ്ങൾ പൗലോസ് അവിടെ എടുത്തു പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രധാനമായിട്ട് പറയുന്നു വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തി. ആമേൻ. വിശ്വസിക്കുന്ന ഈ പകൽ വിശ്വസിക്കുന്ന താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ അളവറ്റ ശക്തി, വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തിയുള്ള ഒരളവറ്റ ശക്തി ഏത് സാഹചര്യത്തിലും, ഏത് പ്രതികൂലത്തിലും, ഏത് രോഗാവസ്ഥയിലും, ഏത് നിരാശയുടെ അവസ്ഥയിലും ഈ പകൽ ഈ ദൈവത്തിൻ്റെ വചനം ഒരു ദൈവകൃപയായി നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കാൻ തുടങ്ങുകയാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. വ്യാപരിക്കാൻ തുടങ്ങുകയാണ്. ആമേൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, അസംഭവ്യങ്ങളെ സംഭവ്യമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കലാണ് ഞാനും നിങ്ങളും വന്നിട്ടുള്ളത്. റോമാലേഖനത്തിൽ പറയുന്നു, ആമേൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തി. ആമേൻ. അപ്പോൾ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തി ഈ പകൽ നീയായിരിക്കുന്ന ഇടത്തേക്ക്, നീയായിരിക്കുന്ന അവസ്ഥയിൽ, നീയായിരിക്കുന്ന ഭവനത്തിലേക്ക് ഒരു ദൈവശക്തി ഇന്ന് വ്യാപരിച്ചു വരികയാണ്. സ്തോത്രം. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 34 വരെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് 12 വർഷക്കാലം രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 34 വരെ വചനത്തിൽ പറയുന്നു, 12 സംവത്സരമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ. ആമേൻ. പല വൈദ്യന്മാരെയും കാണിച്ചു, പല വ്യക്തികളെയും കാണിച്ചു. ആമേൻ. എന്നാൽ മുതലൊക്കെ വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരാത്ത ഒരു സ്ത്രീ. ആമേൻ. വെറുക്കപ്പെട്ട സാഹചര്യത്തിൽ കൂടെ, നിന്ദിക്കപ്പെട്ട സാഹചര്യത്തിൽ കൂടെ, പ്രയാസത്തിന്റെ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ. 12 വർഷമായി ആമേൻ അവൾക്ക് ഈ പ്രശ്നം തുടങ്ങിയിട്ട് സമൂഹത്തിൽ വെറുക്കപ്പെട്ട നിലയിൽ അവൾ കടന്നു പോകുകയാണ്. ആമേൻ. എന്നാൽ അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടുകൊണ്ടിരുന്നു. യേശുവിൻ്റെ വർത്തമാനം. ഒരു വലിയ പുരുഷാരം ചുറ്റുമുണ്ട്. ആ പുരുഷാരത്തിനിടയിൽ അവൾ യേശുവിനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ആ യേശുവിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ വാക്കുകളാണ് അവൾ ശ്രദ്ധിച്ചത്.
യേശുവിൻ്റെ വർത്തമാനം കേട്ടുകൊണ്ടിരുന്നു. ആ യേശുവിൻ്റെ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളിൽ ഒരു വിശ്വാസം ഉടലെടുത്തു. അതാരും പറഞ്ഞ വിശ്വാസമല്ല, അവളിൽ താനെ ഉടലെടുത്ത ഒരു വിശ്വാസം. യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ ഇങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ വിശ്വസിപ്പാൻ ഇടയായി. യേശുവിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ അവൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ ഹൃദയത്തിൽ വിശ്വസിച്ചു. അപ്രകാരം അവൾ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുമ്പോൾ ആ സമയം തന്നെ അവൾ സൗഖ്യം പ്രാപിക്കുകയാണ്. യേശു പറയുന്നു, എന്നെ തൊട്ടത് ആരെന്ന്. ഞങ്ങൾ അല്ല എന്ന് പലരും പറയുമ്പോൾ ഞങ്ങളെല്ലാവരും തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നിന്നെ മാത്രം തൊട്ടത് ആരെന്ന് അവിടെ സംഭാഷിക്കുമ്പോൾ യേശു പറയുന്നു, അല്ല, എന്നെ ആര് തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ എന്ന് എബ്രായർ 11:6 പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ സമയം ദൈവസന്നിധിയിലേക്ക് വരുന്ന വിഷയങ്ങളുമായിട്ട് വരുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, സഹോദര, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുകയും ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുമെന്ന് വിശ്വസിക്കേണ്ടതല്ലോ. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും ശക്തമായും പറയുകയാണ്, ഒരു പ്രതിഫലം നിനക്കുണ്ടാകും. ആമേൻ. മറ്റൊരു വചനം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, നമുക്കെല്ലാവർക്കും പരിചിതമാണ്. അവിടെ കാണാൻ കഴിയുന്നത് ഏലിയാവിൻ്റെ ശുശ്രൂഷകൾ തീർന്നു, ഇനി തന്നെ സ്വർഗം വന്ന് വിളിക്കുന്ന സ്വർഗത്തിലേക്ക് കരേറിപ്പോകുന്ന ഒരു ഭാഗമാണ്. എന്നാൽ ഏലിയാവ് എലീശയോട് ചോദിക്കുന്നു, നീ എന്താണ് എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് നീ എന്താണ് എന്നോട് ചോദിക്കുന്നത്? എലീശ പറയുന്നു, യജമാനനെ, എനിക്ക് നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. അവിടുത്തെ ചോദ്യം മനസ്സിലാക്കുക, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്ന് വെച്ചാൽ ഏലിയാവ് ചെയ്ത ശുശ്രൂഷകളൊക്കെ എലീശ കണ്ടിട്ടുണ്ട്. അതുപോരാ, അതിനേക്കാൾ ഇരട്ടിയായി ഒരു വലിയ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് നൽകണമേ എന്ന് ഏലിയാവിനോട് എലീശ പറയുന്നു. ഒടുവിൽ അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ നടന്നു. ഒടുവിൽ ഏലിയാവിൻ്റെ പുതപ്പ് എലീശയ്ക്ക് ലഭിക്കുന്നു. അതുമായിട്ട് യോർദാനെ അടിക്കുമ്പോൾ യോർദാൻ 2ആയി മാറുന്നു. അക്കരെയുള്ള 50 പ്രവാചകന്മാർ പറഞ്ഞു, ഏലിയാവിൻ്റെ മേൽ വ്യാപരിക്കുന്ന, ഏലിയാവിൻ്റെ മേൽ അധിവസിക്കുന്ന അതേ ദൈവകൃപ, അതേ ദൈവശക്തി എലീശമേൽ വന്നു എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. കാലങ്ങൾ കടന്നുപോയി. വലിയ ശുശ്രൂഷകൾ എലീശ ചെയ്യുന്നു. ഒരു രോഗത്തിൻ്റെ അവസ്ഥയിൽ എലീശ അവിടെ മരണപ്പെടുകയാണ്. അങ്ങനെ മരണപ്പെട്ടു വരുമ്പോൾ എലീശയെ ഒരു കല്ലറയിൽ അടക്കം ചെയ്യുന്നു. നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നു. 2 രാജാക്കന്മാർ 13-ാം അധ്യായത്തിൻ്റെ 20-21-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, എന്നാൽ എലീശ മരിച്ചു, അവർ അടക്കം ചെയ്തു. പിറ്റേയാണ്ടിൽ മോവാബ്യരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ എലീശാവിൻ്റെ കല്ലറയിൽ ഇട്ടു. അവൻ അതിൽ വീണ് എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്, എലീശയുടെ അസ്ഥികളിൽ തൊട്ടപ്പോൾ. എലീശയുടെ അസ്ഥിയിൽ തൊട്ടപ്പോൾ ആ ഡെഡ് ബോഡി കാലൂന്നി എഴുന്നേറ്റു നിന്നു എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഏലിയാവോട് ചോദിച്ചത്, യജമാനനെ, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കെനിക്ക് വേണമെന്ന്. സ്തോത്രം. നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കെനിക്ക് വേണമെന്ന് ചോദിച്ചു. ശുശ്രൂഷയെല്ലാം തീർന്നു. എന്നാൽ ഇതാ
എലീശ മരിച്ചു, മണ്ണോട് മണ്ണായി, അസ്ഥി മാത്രം ശേഷിക്കുന്നു ആ കല്ലറയിൽ. അപ്പോൾ ആ അസ്ഥിയെ തൊടുമ്പോൾ അവിടെ ഒരു സ്പാർക്ക്, ഒരു വ്യാപാരം നടക്കുന്നു. ആ മരിച്ചവൻ അവിടെ കാലൂന്നി എഴുന്നേറ്റ് നിന്നു. ദൈവത്തിന് സ്തോത്രം. ഇതുവരെയും കാണാത്ത ഒരു മിനിസ്ട്രി, ഇതുവരെയും ചെയ്യാത്ത ഒരു മിനിസ്ട്രി, ഏലിയാവ് പോലും ചെയ്യാത്ത ഒരു മിനിസ്ട്രി ഈ സമയം പരിശുദ്ധാത്മ പറയുന്നു. ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞും യേശുവിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞ് പ്രാർത്ഥിച്ച ഏത് വിഷയമാണോ നീ ചോദിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും അത്യന്തപരമായി നമ്മിൽ ചെയ്യാൻ വ്യാപരിക്കുന്നവന് ക്രിസ്തു യേശുവിലും തലമുറയിലും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ചോദിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും അത്യന്തപരമായി നമ്മിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. അതിനെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തി ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, പ്രാർത്ഥിപ്പാൻ തയ്യാറാണെങ്കിൽ, അവൻ കരയുവാൻ തയ്യാറാണെങ്കിൽ, ഒരു വലിയ ദൈവിക വ്യാപാര ശക്തി ഈ നാളുകളിൽ നിന്റെ കരത്തിൽ കൂടെ, നിന്റെ മിനിസ്ട്രിയിൽ കൂടെ, നിന്റെ പ്രവർത്തനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുകയാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എലീശ ചോദിച്ചത്, യജമാനനെ, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു വചനം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ അവൻ്റെ മേന്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗിയുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. പൗലോസിൻ്റെ മേലുള്ള റുമാലും ഉത്തരീയവും രോഗിയുടെ മേൽ കൊണ്ടുവന്നിടുമ്പോൾ, ദുരാത്മാക്കൾ ബാധിച്ചവരുടെ മേൽ കൊണ്ടുവന്നിടുമ്പോൾ അവിടെ സൗഖ്യവും വിടുതലും നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നത്, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ. ഈ പകൽ ദൈവിക വചനം കേൾക്കുന്ന, ഈ സമയം ദൈവിക സന്ദേശം കേൾക്കുന്ന പ്രിയമിത്രമേ, പ്രിയ സഹോദര സഹോദരി, പ്രാർത്ഥിക്കുന്ന എനിക്കും നിങ്ങൾക്കുമാണ് ഈ ദൈവത്തിൻ്റെ വ്യാപാര ശക്തി ലഭിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന എനിക്കും നിങ്ങൾക്കുമാണ് ദൈവത്തിൻ്റെ അത്യന്തിക ശക്തി ലഭിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആമേൻ. ഈ അത്യന്തിക ശക്തി ഞങ്ങൾക്ക് മൺകൂടാരങ്ങളിലാണ് ലഭിച്ചിരിക്കുന്നത്. ആമേൻ. പ്രാർത്ഥിക്കുവാൻ തയ്യാറാകട്ടെ, ഉപവസിക്കുവാൻ തയ്യാറാകട്ടെ. ആമേൻ. ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ തയ്യാറാകട്ടെ. യേശു പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയിലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകട്ടെ. ഒരു ഡിഫറൻറ്റ് സ്പിരിച്വൽ മാനായി പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും എടുത്ത് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് പൗലോസ് മുഖാന്തരം ദൈവം അസാധാരണ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ പൗലോസിൻ്റെ മേലുള്ള ഉത്തരീയവും റുമാലും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുമ്പോൾ, വ്യാധികളുടെ മേൽ കൊണ്ടുവന്നിടുമ്പോൾ, ദുരാത്മാക്കൾ ബാധിച്ചതിന് മേൽ കൊണ്ടുവന്നിടുമ്പോൾ അവിടെ വലിയ മിറക്കിൾ സംഭവിപ്പാൻ ഇടയായി തീർന്നെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഒരു അത്ഭുതത്തിൻ്റെ, ഒരു മിറക്കിൾ മിനിസ്ട്രി നമ്മുടെ കരത്തിലൂടെ ചെയ്യുവാൻ ദൈവം ശക്തനാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരികയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം: വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് കാണുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുകയാണ്. 12 വർഷം രക്തസ്രവമുള്ള സ്ത്രീ വിശ്വസിച്ചു. അത് അവൾക്ക് ദൈവശക്തി വ്യാപരിച്ച് അവളെ രോഗത്തെ ബ്രേക്ക് ചെയ്തു. ആമേൻ. എബ്രായ ലേഖനം 11-ന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിച്ചു: വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലോ. വീണ്ടും നമ്മൾ വായിച്ചു, 2 രാജാക്കന്മാർ 2 മുതൽ താഴേക്ക് കണ്ടപ്പോൾ എലീശ ചോദിച്ചു, യജമാനനെ, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. താഴേക്ക് വന്നപ്പോൾ എലീശ മരിച്ചു. 1 ആണ്ട് കഴിഞ്ഞപ്പോൾ
മറ്റൊരു മനുഷ്യനെ എലീശയുടെ കല്ലറയിൽ അടക്കം ചെയ്തപ്പോൾ അവൻ്റെ അസ്ഥിമേൽ ആ ഡെഡ് ബോഡി തൊട്ടപ്പോൾ ആ ഡെഡ് ബോഡി എഴുന്നേറ്റ് നിൽക്കുവാനായി തീർന്നു. ഒരു അത്ഭുതം, ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ, ഇതുവരെയും കാണാത്തൊരു മിറക്കിൾ, ഇതുവരെയും ചെയ്യാത്തൊരു മിറക്കിൾ. യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അവസാനം കണ്ടു അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ പൗലോസിന്റെ മേലുള്ള ഉത്തരീയത്തിന്റെ മേലും റുമാലിന്റെ മേലും ദൈവശക്തി വ്യാപരിക്കുന്നു. പൗലോസിന്റെ മേലുള്ള ഷോളിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറാണോ? ദൈവം ഒരു അസാധാരണ മിനിസ്ട്രിയാക്കി, ഒരു അസാധാരണ ദൈവ പദ്ധതിയാക്കി എന്നെ നിങ്ങളെ തീർക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കമുണ്ട്. പരിശുദ്ധാത്മാവിന് ഒരുക്കമുണ്ട്. നാം ഒരുങ്ങുവാൻ തയ്യാറാകട്ടെ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തി ഈ നാളുകളിൽ നമ്മളിലൂടെ റിലീസ് ചെയ്യട്ടെ. നമ്മളിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ മഹത്വം ആമേൻ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമം ഉയരട്ടെ. പരിശുദ്ധാത്മന്റെ നാമം ഉയരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ മറ്റുള്ള വാക്കുകൾ കേട്ട് നടക്കുവാനല്ല, മറ്റുള്ള പ്രശ്നങ്ങൾ കണ്ട് അതിലൊതുങ്ങുവാനല്ല, ഒരു പുതിയ തലത്തിലേക്ക് ഞാൻ നിങ്ങൾ മാറുവാൻ തയ്യാറാകട്ടെ. രാത്രിയാമങ്ങളിൽ മുഴങ്കാൽ മടക്കി ദൈവത്തോട് സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകട്ടെ. ഉപവസിക്കുവാൻ തയ്യാറാകട്ടെ. ദൈവസന്നിധിയിൽ കരയുവാൻ തയ്യാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ രോഗത്താൽ പിടിക്കപ്പെട്ട ചില വിഷയങ്ങൾക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ വ്യാപാര ശക്തി നടക്കാൻ പോകുകയാണ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവി, ഇപ്പോൾ രോഗത്താൽ ഭാരപ്പെടുന്ന, വേദനയാൽ ഭാരപ്പെടുന്ന ആരൊക്കെ ഈ ദൈവശബ്ദം കേൾക്കുന്നുവോ, ഈ വചനം കേൾക്കുന്നുവോ, അവരിലേക്ക് ഇപ്പോൾ ദൈവശക്തി സ്പ്രെഡാകട്ടെ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. കർത്താവേ, ചില അത്ഭുതങ്ങൾ നടക്കട്ടെ, ചില മിറക്കിൾ നടക്കട്ടെ, ചില അതിശയങ്ങൾ നടക്കട്ടെ, ചില രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ, ചില പ്രശ്നങ്ങൾക്ക് വിടുതലുണ്ടാകട്ടെ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തി ഇപ്പോൾ റിലീസാകട്ടെ. വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.